അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി. അപ്പുറത്തെ ഫ്ലാറ്റിലെ ചേച്ചി ഞങ്ങൾക്ക് ചായ റസ്കൊക്കെ കൊണ്ടു തന്നിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് പോയി. അങ്ങനെ അതാ പാല് കാച്ചൽ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ആ പാല് കൊണ്ടൊരു കാപ്പി ഉണ്ടാക്കി. ബാക്കിയുള്ള 2 റസ്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ണിയപ്പം കൂട്ടി അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ റെഡിയായി പുറത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ റെഡിയായി പുറത്ത് പോവാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ ഫുഡ് പുറത്ത് നിന്നാക്കാമെന്ന് കരുതി. ഞങ്ങളുടെ തൊട്ടടുത്തൊരു മാൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അവിടേക്ക് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുറത്തുനിന്ന് കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറിയ പോലെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അങ്ങനെ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ജീര റൈസും ദാലും വാങ്ങി. ദാല് വെച്ച പാത്രം കണ്ടപ്പോൾ കല്യാണ വീട്ടിലൊക്കെ സാമ്പാർ വിളമ്പിനൊക്കെ പാത്രം പോലെ എനിക്ക് തോന്നിയത് മാത്രമല്ല അങ്ങനെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വിശാൽ മാർട്ടിലേക്ക് പോയി. അങ്ങനെ ഇതാ അവിടെ എത്തി കഴിഞ്ഞ സമയത്ത് ഞാൻ അതിശയിച്ചു പോയി. അവിടെ ചീപ്പ് റേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. അങ്ങനെ ഇതാ മാർക്കറ്റിലെത്തിയപ്പോൾ ഒരുപാട് കുപ്പിവളകൾ കണ്ടു. റേറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. ഞാനൊരു കുപ്പിവള ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ നേരെ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ പച്ചക്കറി മാർക്കറ്റിൽ എത്തിയപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാരണം എല്ലാവരും നിലത്തിരുന്നിട്ടാണ് പച്ചക്കറി വിൽക്കുന്നത്. ഇവിടെയുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രഷ് പച്ചക്കറിയാണ്. പക്ഷെ ഇവിടുത്തെ റേറ്റ് നമ്മുടെ നാട്ടിലെ റേറ്റും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. ഇത് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.